സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അമേരിക്കയും ഇറാനും യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നാണ് ലോകമാധ്യമങ്ങളാകെയും ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് നമുക്കറിയാം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇരു വിഭാഗവും എത്തുകയും ഒരു MOU സൈൻ ചെയ്യുകയും പിന്നീട് 60 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരു നീണ്ട കരാറിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് ഇരുവിഭാഗവും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭത്തിൽ ലോകം തന്നെ ഈ പ്രതിസന്ധി അഴിയാൻ പോകുന്നു എന്നും ഒരു സമാധാനം വരാൻ പോകുന്നു എന്നും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഇറാൻ കപ്പലുകളെ ആക്രമണം നടത്തുന്നത്. പിന്നെ അതിന് മറുപടി എന്നോണം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമെന്ന ഭയം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്താണ് ഹോർമുസിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം ഒരു സിംഗപ്പൂർ പതാകയുള്ള ഒരു ഷിപ്പിനെ ഇറാൻ ആക്രമിക്കുകയായിരുന്നു. അതായത് അതിന് ശേഷം ഈ ആക്രമണത്തിന് ബദലെന്നോണം, മറുപടി എന്നോണം ഇറാനിലെ പല സ്ഥലങ്ങളിലേക്കും അമേരിക്ക ആക്രമണം നടത്തുന്നു. പിന്നീട് മറ്റൊരു കപ്പലിനെ ഇറാൻ ആക്രമിക്കുന്നു. പിന്നീട് അതിനുശേഷം ഇറാനിലെ അതിനു മറുപടിയായി എന്നോണം ഇറാനിലെ മറ്റു സ്ഥലങ്ങളിലേക്കും അമേരിക്ക ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങൾക്കൊക്കെയും മറുപടിയായി പിന്നെ ഇറാൻ കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ ആശങ്കക്ക് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്? ഒരു MOUയിൽ, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇറാൻ ഒപ്പുവെച്ചതിന് ശേഷവും പിന്നെ എന്തിനാണ് കപ്പലുകൾ ഇറാൻ ആക്രമിച്ചത്? അതായത് ഈ MOUയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു ജലപാത, ഈ ഹോർമുസ് കടലിടുക്കിലെ ജലപാത പൂർണ്ണമായും ഞങ്ങൾ തുറക്കുന്നത് 30 ദിവസത്തിന് ശേഷമായിരിക്കും. അതായത് ഈ ജലപാത അന്താരാഷ്ട്ര നിയമപ്രകാരം ഇതിലൂടെ പോകുവാനുള്ള എല്ലാവിധ സൗകര്യവും 30 ദിവസത്തിനകം ഇറാൻ ഏർപ്പെടുത്തണം എന്നാണ് ഈ MOUയിൽ ഉള്ളത്. എന്നാൽ ഇതുവരെ 30 ദിവസം തികഞ്ഞിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പറയുന്ന ആ ജലപാതയിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റൂ. അതുമാത്രവുമല്ല, ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ മെറിറ്റൈൻ റൂട്ട് എന്ന് പറയുന്നത് ഇറാന്റെ ജലപാതയിലൂടെയുള്ള കാലങ്ങളായി കടന്നു പോകുന്ന റൂട്ടാണ്. ഈ റൂട്ടിലൂടെ കടന്നു പോകണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അമേരിക്ക ഒമാനുമായി ചേർന്നുകൊണ്ട് പുതിയ ഒരു ജലപാത തുറക്കുകയും ഒരു കരാറിലേക്ക് ഇരു വിഭാഗവും എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൃഷ്ടിച്ച ഇറാന്റെ മേധാവിത്വത്തിന് മീതെ പറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് ഒമാനുമായി കൂട്ടുചേർന്ന് ഒരു ജലപാത തുറക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇറാനെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുതിയ ജലപാത നിർമ്മിക്കുകയും അമേരിക്കൻ ആധിപത്യം ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇറാന് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇറാൻ പറയുന്നത്, ഫ്രീ ആയി ഈ ജലപാത ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും അത് ഇറാന്റെ നിർദ്ദേശപ്രകാരവും ഇറാൻ അംഗീകരിച്ചുകൊണ്ടുള്ള ജലപാതയിലൂടെയും മാത്രമായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ടൂളാണ്, ഒരു ബാർഗൈനിങ് ടൂളാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ MOUയെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്ന് ഇറാൻ വാദിക്കുന്നു. എന്നാൽ ഈ എല്ലാവിധ കരാറുകളെയും ലംഘിച്ചുകൊണ്ടാണ് കപ്പലിനെ ആക്രമിച്ചതെന്ന് വാദിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാഖ്ചി പറയുന്നത് 30 ദിവസത്തേക്ക് പൂർണ്ണമായും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷവും ഇറാന്റെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇറാനിലെ പ്രമുഖ ചർച്ചക്കാരനും പാർലമെന്റ് സ്പീക്കറും ഒക്കെ ആയ ആളുകളൊക്കെയും പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഹോർമുസിൽ ഇങ്ങനെ പിടിമുറുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ബാർഗൈനിങ് ടൂളാണ്. വരും ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ഏറ്റവും ഉപയോഗിക്കേണ്ടത് അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നതും $300 ബില്യണിലധികം ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഉപാധികളടക്കം കണ്ണടച്ചുകൊണ്ട് MOUയിൽ സൈൻ ചെയ്തതുമൊക്കെയും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഫ്രീ ആകേണ്ടത് കൊണ്ടാണ്. അത് ഇറാന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് പെട്രോ ഡോളറിനെ തന്നെയും ലോകത്തെ സാമ്പത്തിക ക്രമത്തെ തന്നെയും ബാധിക്കും എന്ന് അമേരിക്കക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് കൂടിയാണ്. പക്ഷെ അത് വീണ്ടും
ഇറാൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഞങ്ങളുടെ കടലിടുക്കിൽ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ ഈ പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാകുന്നത് ഇറാനെയും ചൊടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏത് തരത്തിലുള്ള കരാറുകൾ ഇനി നിലവിൽ വന്നു കഴിഞ്ഞാലും രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഹോർമുസ് കടലിടുക്ക് ഫ്രീ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് ഇറാൻ ആ കരാറിലൊക്കെയും രേഖപ്പെടുത്തുവാനും പോകുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് മാത്രമേ ഇറാൻ തയ്യാറാവുകയുള്ളൂ എന്നാണ് ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇറാൻ ഈ ചെയ്യുന്നത് മറ്റൊരു സാധ്യത കൂടി, രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ 60 ദിവസത്തെ ചർച്ചയ്ക്ക് നടുവിൽ തന്നെ ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അമേരിക്കയെ ചർച്ചാമേശയിൽ കൂടുതൽ കാര്യങ്ങൾ ഇറാന് അനുകൂലമാക്കി എടുക്കുവാൻ വേണ്ടിയും ഒരു ബാർഗൈനിങ് ടൂളായി ഹോർമുസിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഉപയോഗിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഹോർമുസിൽ വീണ്ടും ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ കരാറ് വരുമ്പോൾ ഇറാൻ ഏറ്റവും അനുകൂലമായ രീതിയിലുള്ള കരാർ ആവാൻ വേണ്ടി ഈ ഹോർമുസിനെ ഉപയോഗപ്പെടുത്തും. അതല്ലെങ്കിൽ ശാശ്വതമായി തന്നെ ഹോർമുസ് കടലിടുക്ക് ഇനി വിട്ടുകൊടുക്കില്ല എന്ന ഒരു രീതിയിലേക്ക് ഇറാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണെങ്കിൽ അത് തീർച്ചയായും ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലെങ്കിലും ഇറാൻ ഈ ഒരു റൂട്ടിന് ഫീസ് ഈടാക്കിക്കൊണ്ട് മാത്രം കടന്നു പോകുന്ന ഇറാന് ഏറ്റവും വലിയ സാമ്പത്തിക വരുമാനമുണ്ടാക്കുന്ന ഒരു മാർഗമായി ഹോർമുസ് കടലിടുക്കിനെ അവർ ഉപയോഗപ്പെടുത്തും. അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ഇനി ഒരു കാലത്തും അമേരിക്കയോ അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളോ ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയില്ലാത്തവണ്ണം ഈ ലോകത്തെ 1/5 എണ്ണകൾ കടന്നു പോകുന്ന ഈ റൂട്ട് ഇറാൻ കയ്യിൽ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടും എന്നുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഹോർമുസ് കടലിടുക്കിന്റെ ഭരണമുള്ള ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്ക മുതിരുകയില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാതിരുന്ന ട്രംപാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ കളവുകളിലും ബെന്യാമിൻ നെതന്യാഹുവിന്റെ ചതിയിലും പെട്ടുകൊണ്ട് ഇറാനിൽ ആക്രമിച്ചത്. ഇപ്പോൾ ട്രംപും ബെന്യാമിൻ നെതന്യാഹുവും അമേരിക്കൻ നേതൃത്വവും ഇസ്രായേൽ നേതൃത്വവും തമ്മിൽ ഈ യുദ്ധത്തിന്റെ ഇത്തരത്തിലൊരു കരാറിലേക്ക് എത്താൻ പോകുമ്പോൾ അവർ തന്നെ ഇടഞ്ഞിരിക്കുകയാണ്. പഴയ രീതിയിലുള്ള സൗഹൃദം ഇരുവിഭാഗവും തമ്മിൽ ഇല്ല എന്ന് അവർ തമ്മിലുള്ള വാക്കുകൾ, ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. ഇതൊക്കെയും യുദ്ധത്തിലെ ഇറാന്റെ വിജയമാണ്. ഇറാൻ ലബനാനിൽ പിടിമുറുക്കുന്നതും അതുപോലെ തന്നെ ഹോർമുസിൽ പിടിമുറുക്കുന്നതും ഒക്കെയും അമേരിക്കയുമായി ബാർഗൈനിങ് ചെയ്തുകൊണ്ട് അവർക്ക് മേൽക്കൈമ നേടാൻ വേണ്ടി കൂടിയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുകയില്ല എന്ന് ഈ രണ്ടാളുടെയും ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അതായത് ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ ഇരുവിഭാഗവും ആഗ്രഹിക്കുന്നില്ല. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണവും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഇറാൻ അയച്ചുവിട്ട ആക്രമണങ്ങളൊക്കെയും അത്തരത്തിൽ പരിമിതമായ ആക്രമണങ്ങളാണ്. അതായത് ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ചർച്ചയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അമേരിക്കക്ക് അവരുടെ ഉദ്ദേശങ്ങളുമായും അവരുടെ അമേരിക്കൻ ജനതയിലും ലോകത്തു തന്നെയും സംഭവിച്ച ഈ യുദ്ധം കൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന് അമേരിക്കക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറാനോ അമേരിക്കയോ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു താൽക്കാലിക ബാർഗൈനിങ് ടൂളും അതിന് നടുവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും മാത്രമാണെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വരും ദിവസങ്ങളിൽ ഹോർമുസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നോക്കിക്കാണാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.